കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ മത്സരം അരങ്ങേറിയത് തിരുവനന്തപുരത്തോ തൃശൂരിലോ പത്തനംതിട്ടയിലോ ആയിരുന്നില്ല, വടകര ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു. കൊണ്ടും കൊടുത്തും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ എല്ലാ സീമകളും ലംഘിക്കുന്ന തരത്തിലേക്ക് മാറുന്നതിനും നാം ദൃക്സാക്ഷികളായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോഴും അതിന്റെ കാറ്റും കോളും അടങ്ങിയിട്ടില്ല. മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സജീവ ചർച്ചയായി തുടരുകയാണ് വടകര തെരഞ്ഞെടുപ്പ്. ഫലത്തെക്കുറിച്ചും ഇരുമുന്നണികളും ഒരേപോലെ അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കൈവിട്ട മണ്ഡലം കെ ശൈലജ ടീച്ചറിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് ഇടതുപക്ഷം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മണ്ഡലം ഇതുവരെ നൽകാത്ത ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിലിലൂടെ മണ്ഡലത്തിലെ ആധിപത്യം നിലനിർത്തുമെന്നുറച്ച പ്രതീക്ഷയിലാണ് UDF. എന്തായിരിക്കും വോട്ടെടുപ്പ് കഴിഞ്ഞ വടകര മണ്ഡലത്തിന്റെ മനസ്സ് ജൂൺ 4 ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വിഷയമായപ്പോൾ വടകര മണ്ഡലത്തിൽ മാത്രം അത് ഒരു പരിധി വിട്ട് സാമുദായിക ചർച്ചയിലേക്കും സ്ഥാനാർത്ഥികളുടെ വ്യക്തി അധിക്ഷേപത്തിലേക്കും വഴിമാറി എന്നത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ജനകീയ നേതാക്കളിൽ ഒരാളായ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വടകര ഇത്തവണ പോരാട്ടം കനത്തതായിരിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. സിറ്റിംഗ് MP കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി പകരം യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് MLAയുമായ ഷാഫി പറമ്പിലിനെ UDF രംഗത്തിറക്കിയതോടെ ഇരുഭാഗത്തെയും അണികൾ ആവേശ കൊടുമുടിയേറി കഴിഞ്ഞിരുന്നു. പൊതുവായ രാഷ്ട്രീയ മത്സരത്തിൽ നിന്നും ആദ്യമേ വഴിതിരിച്ചുവിട്ടത് UDF ക്യാമ്പായിരുന്നു. കെ ശൈലജ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തെ തകർക്കാനുള്ള തന്ത്രമാണ് മറുപക്ഷം ആദ്യം പ്രയോഗിച്ചത്. കോവിഡ് കള്ളി എന്ന ആക്ഷേപം വ്യാപകമായി പ്രചരിപ്പിച്ച് തുടങ്ങിയ ക്യാമ്പയിൻ പതിയെ നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി എന്ന് വേണം അനുമാനിക്കാൻ. സൈബറിലെ അനുഭാവികൾ വ്യാജ വാർത്തകളിലൂടെ സ്ഥാനാർത്ഥികളെ വ്യക്തി അധിക്ഷേപത്തിന് വിധേയമാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കടന്നതോടെ വികസനവും ദേശീയ രാഷ്ട്രീയവുമെല്ലാം വടകര മണ്ഡലത്തിൽ ചർച്ചയാകാതെ പോവുകയും പൂർണ്ണമായ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് മണ്ഡല പുനഃക്രമീകരണം നടന്ന 2009 ശേഷം വടകര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷത്തിന് വിജയിക്കാനായിട്ടില്ല. എന്നാൽ മണ്ഡലത്തിലെ 7-6 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് സർവാധിപത്യമാണെന്ന കൗതുകവും വടകരയ്ക്കുണ്ട്. മണ്ഡലത്തിലെ വോട്ടെടുപ്പിനെ സ്വാധീനിച്ചത് സാമുദായിക ധ്രുവീകരണമാണെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഫലം പ്രവചനാതീതമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പുറത്തുവന്ന അഭിപ്രായ സർവേകൾ പ്രകാരവും മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് വ്യക്തമായതാണ്. 24 ന്യൂസ് സർവേ പ്രകാരം വടകരയിൽ കെ ശൈലജ ടീച്ചർക്കാണ് വിജയം പ്രവചിക്കുന്നത്. 45.5% വോട്ടുകളോടെ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും 42.9% വോട്ടോടെ ഷാഫി പറമ്പിൽ തൊട്ടുപിന്നിലുണ്ടാകുമെന്നും BJP വോട്ട് ശതമാനം 10% താഴെ മാത്രമായിരിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. അതേസമയം മനോരമ ന്യൂസ് VMR സർവേ പ്രകാരം വടകരയിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമെന്നാണ് പ്രവചിക്കുന്നത്. 2 മുന്നണികൾക്കും 42.50% വോട്ടുകൾ നേടി ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കടക്കുമെന്നാണ് പ്രവചനം. BJP മണ്ഡലത്തിൽ 13.86% വോട്ട് നേടുമെന്നും മനോരമ ന്യൂസ് സർവേ പറയുന്നു. എന്നാൽ മാതൃഭൂമി ചാനൽ നടത്തിയ അഭിപ്രായ സർവേ പ്രകാരം കെ ശൈലജയിലൂടെ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് പ്രവചിക്കുന്നു. കെ ശൈലജ 44% വോട്ട് നേടി വിജയിക്കുമ്പോൾ 41% വോട്ടുമായി ഷാഫി പറമ്പിൽ 2ാം സ്ഥാനത്തും 14% വോട്ടുമായി BJP 3ാം സ്ഥാനത്തും ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. പുറത്തുവന്ന 3 ചാനൽ അഭിപ്രായ സർവേകളിലും കെ ശൈലജ ടീച്ചർക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന് വിലയിരുത്തുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തുവന്ന ഒരു പ്രവചനത്തിൽ ഷാഫി പറമ്പിൽ മണ്ഡലം ഇതുവരെ UDFന് നൽകാത്ത വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് പ്രവചിക്കുന്നുണ്ട്. പ്രവചനത്തിന് ശാസ്ത്രീയ അടിത്തറയൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ 5ഓളം തെരഞ്ഞെടുപ്പുകൾ ഏറെക്കുറെ കൃത്യമായി പ്രവചിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള വടകര മണ്ഡലത്തിലെ വോട്ടർ കൂടിയായിട്ടുള്ള റാഷിദ് CP എന്ന ആളാണ് വടകരയിലെ UDF വിജയം പ്രവചിച്ചിരിക്കുന്നത്. റാഷിദ് CPയുടെ വിലയിരുത്തൽ പ്രകാരം UDF 48.5% മുതൽ 53.5% വോട്ട് വരെ നേടി 88,500 മുതൽ 1,14,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വരെ വടകര മണ്ഡലം നിലനിർത്തുമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് 40.5% മുതൽ 44% വോട്ട് വരെ നേടാനാകുമെന്നും BJPക്ക് 6% മുതൽ 9.5% വരെ വോട്ട് ലഭിക്കുമെന്നും പ്രവചിക്കുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തുവരുന്ന വിവരങ്ങളും വിവാദങ്ങളും നൽകുന്ന സൂചന പ്രകാരം മണ്ഡലത്തിൽ കൃത്യമായ സാമുദായിക ധ്രുവീകരണം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ്. ഇത് ഒരുപക്ഷെ എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ചേക്കാം.
ഇപ്പോഴും വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നേരിയ മുൻതൂക്കമുണ്ടെന്ന വിലയിരുത്തലിനാണ് കൂടുതൽ സ്വീകാര്യത. എന്തായാലും ജൂൺ 4 ഫലം പുറത്തുവരുമ്പോൾ രാജ്യം ആര് ഭരിക്കുമെന്ന ആകാംക്ഷയ്ക്കൊപ്പം തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഫലമായിരിക്കും വടകരയിലേത് എന്നുറപ്പാണ്.